ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിനി ഉണ്ടാക്കാൻ പോണത് ഒരു മുന്തിരി ഉപ്പിലിട്ടതാണ് കേട്ടോ. നമ്മൾ മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ഇപ്പോൾ എല്ലാം എന്ത് കിട്ടിയാലും നമ്മൾ ഉപ്പിലിടുന്ന ആൾക്കാരായി മാറി മലയാളികളല്ല മറ്റുള്ളവരും. അപ്പോൾ ഞാനിന്ന് മുന്തിരി ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം മുന്തിരി അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളാരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. രണ്ടും കൂടി ഒരുമിച്ചെടുക്കുക, വീഡിയോ എടുക്കാമെന്ന് ആദ്യം വിചാരിച്ച്. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നു. അപ്പം ഞാൻ തിരക്കിനിടയിൽ ഓടി വന്നിട്ടാണ് ഓരോ വീഡിയോ എടുക്കാറ്. അപ്പോൾ ഇന്ന് മുന്തിരി ഉപ്പിലിട്ട്, അപ്പോൾ ഞാൻ നന്നായി മുന്തിരി കഴുകിയെടുത്തു. ഇത് നമ്മൾ കുറച്ച് ദിവസം വെക്കാനാണെങ്കിൽ ഇത് നന്നായി കഴുകി തുടച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ നന്നായിട്ട് തുടയ്ക്കണം. ഇവിടെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല. മാക്സിമം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീരും. അതുകൊണ്ട് ഞാനിത് വല്ലാണ്ട് തുടച്ചെടുത്തിട്ടൊന്നുമില്ല. മുന്തിരി ഡ്രൈ ആക്കിയിട്ടില്ല, കഴുകിയെടുത്ത് വെള്ളം വല്ലാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതാ ഈ ഭരണിയിലാണ് ഇപ്പോൾ ഞാൻ തൽക്കാലം ഇട്ട് വെക്കണേ. കാരണം 1-2 ദിവസത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ പാത്രത്തിലിടുന്നത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭരണിയിലേക്ക് നിറയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വേണം. പിന്നെ അതിലേക്ക് 1 സ്പൂണ് ഉപ്പിട്ടു. പിന്നെ ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഇട്ടു. ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ചിട്ട് പിന്നെ സ്റ്റൗ ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കണം. ഇപ്പോൾ വെള്ളം തിളച്ചത് ഞാൻ ഓഫാക്കി തണുക്കാൻ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഒരു വലിയ സ്പൂണ് വിനീഗർ ചേർക്കണ്ടേ. പിന്നെ ഇതിൽ ചേർക്കുന്നത് പച്ചമുളക് ചതച്ചതും കൂടി ഞാൻ ഇതിലിട്ടു. ഇനി ഇതെല്ലാം കൂടെ, ഇതിപ്പോൾ വെള്ളം ചെറു ചൂടിലാണ് ഇരിക്കുന്നത്. തിളച്ചൊരു ചെറു ചൂടായപ്പോൾ ഞാൻ വിനീഗറും പച്ചമുളകും ഇട്ടത്. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ, അതൊരു വെയിറ്റ്. ഇനി നമുക്ക് ഈ ഭരണിയിലേക്ക് ഈ കഴുകി വച്ചിരിക്കുന്ന വെള്ളം വലം വെച്ചിരിക്കുന്ന മുന്തിരി എല്ലാം കൂടെ വാരിയിടാം. മുന്തിരിയെല്ലാം ഭരണിയിലേക്ക് വാരി നിറച്ചു. അപ്പം അത്ര മുന്തിരി ഇത് തിക്കായിട്ട് നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്ര നിറച്ച് വെച്ച് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് അടയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ അടയ്ക്കാനുള്ള പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി മുന്തിരി ഞാൻ തിന്ന് തീർത്തു. വെള്ളം തണുക്കുമ്പോഴത്തേനും ഒരു പണി വേണ്ടേ. അപ്പോൾ ഞാനത് തിന്ന് തീർത്തിട്ട് അതിൻ്റെ എന്താ പറയുക, പാത്രം അടയ്ക്കാനുള്ള ഗ്യാപ്പ് ശരിയാക്കി വെച്ചു. ഇനി നമുക്കിപ്പോൾ വെള്ളം ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കണ്ടോ, അപ്പം നമ്മുടെ മുന്തിരി ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വയ്ക്കും. ഇനി നാളെ എടുക്കുള്ളൂ. പിന്നെ ഇന്ന് വേണേൽ എടുക്കാം. എൻ്റെ മോനിവിടെ ഉണ്ടെങ്കിൽ അവൻ ഇട്ടൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അവനെടുത്ത് കഴിക്കാൻ തുടങ്ങും. ഇന്ന് അവനവിടെ ഇല്ല, അവനെവിടെ സ്ഥലത്ത് പോയതാണ്. അതുകൊണ്ട് ഞാൻ ഏതായാലും അടച്ച്